ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ചൂട് ചോറിനൊപ്പം നല്ല രുചിയിലുള്ള ഒരു നത്തോലി തോരൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇവിടെ ഞാൻ നത്തോലി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ കൊഴുവ, ചൂട എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ജാറിലേക്ക് 4 കാന്താരിമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 8 ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 മുറി നാളികേരം ചിരകിയതാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ചതച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 തണ്ട് കറിവേപ്പില ഇതുപോലെ വെച്ചതിന് ശേഷം നത്തോലി മീൻ മുഴുവനായും ചേർത്ത് പരത്തിയെടുക്കണം. ഇപ്പോൾ മീൻ മുഴുവനായും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനു മീതെയായി ചതച്ചെടുത്ത നാളികേരം മുഴുവനായും പരത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിക്കുള്ള മാങ്ങയാണ്. നല്ല പുളിയുള്ള കാരണം ഞാൻ ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മാങ്ങ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, മറ്റേതെങ്കിലും പുളിയായാലും മതി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാകത്തിന് വെള്ളവുമാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് പാകം ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മീനെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചേർത്തിളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നത്തോലി തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനു മീതെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ തോരൻ നല്ല സൂപ്പറാക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.